ഒരു ജീവിതം നയിക്കുവാൻ ദൈവം കൊടുത്ത വർഷങ്ങൾ ഈ ദൈവകൃപയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നൽകിയ വലിയ കരുതലിന് അവിടുത്തെ മുൻപിൽ കൃതജ്ഞതയോടെയാണ് സമൂഹം നിൽക്കുക. മനോഹരമായി ഒരു ജീവിതം ജീവിച്ചു തീർന്ന പ്രിയപ്പെട്ട സിസ്റ്റർ ഇമൽഡയുടെ ജീവിതരേഖ ചരിത്രമായി ഇവിടെ വായിക്കും. അതിനു മുമ്പ് ധന്യമായ ജീവിതത്തിൻ്റെ ഏടുകളിലെ കുറിച്ചിട്ട ഞങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുക. പത്തനംതിട്ട ജില്ലയിലെ കടമ്പനിട്ട എന്ന സുന്ദരമായ ഗ്രാമത്തിൽ പുത്തൻപുരയ്ക്കൽ ശ്രീമാൻ ഫിലിപ്പോസ് പൊന്നമ്മ ദമ്പതികളുടെ മൂത്ത മകളായി പ്രിയപ്പെട്ട സിസ്റ്റർ ഇമൽഡ ഫുജാദിയെ, ഒരു സഹോദരൻ പ്രിയ കുട്ടിച്ചായനെ ഈ സമയം ഓർക്കുന്നു. സിസ്റ്റർ ഇമൽഡയുടെ ചെറുപ്രായത്തിൽ തന്നെ, അതായത് 2.5 വയസ്സ് സിസ്റ്ററിന് ആകുമ്പോഴാണ് പിതാവ് ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത്. 2 ഇണപ്രാവുകളെ പോലെ വളർത്തിയ അമ്മയെ, പൊന്നമ്മച്ചിയെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അമ്മച്ചിയുടെ കുലീനതയും അറിവും നേതൃപാഠവും ആത്മധൈര്യവും സഭാസ്നേഹവും ഒക്കെ 2 മക്കൾക്കും ലഭിച്ചു എന്ന് ഞങ്ങൾക്കൊക്കെ അടുത്തറിയാവുന്നതാണ്. അങ്ങനെ വളർന്നതും വളർത്തിയതുമായ പ്രിയപ്പെട്ട സിസ്റ്റർ തൻ്റെ 17ാമത്തെ വയസ്സിൽ ദൈവം തന്നെ സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെ വേദനയുടെ ആരാമത്തിലേക്ക് പ്രവേശിച്ചു. 1962 മെയ് മാസം 8-ാം തീയതി സമ്പൂർണമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ബഥനി സന്യാസിനി സമൂഹത്തിനും തന്നെ പ്രിയപ്പെട്ട സിസ്റ്റർ സമർപ്പിച്ചു. ഈ സമർപ്പണത്തിൻ്റെ ആഴവും അർത്ഥവും ഒക്കെ തിരിച്ചറിഞ്ഞ അധികാരികൾ ഒരു നല്ല ആതുര ശുശ്രൂഷകയുടെ എല്ലാ കഴിവുകളും സിസ്റ്ററിൽ ദർശിച്ച പ്രിയപ്പെട്ട മദേഴ്സ് സിസ്റ്ററിനെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് പഠനത്തിനായി അയക്കുകയുണ്ടായി. അവിടെ നിന്ന് ANM പാസ്സായി സിസ്റ്റർ ഒരു നല്ല ആതുര ശുശ്രൂഷ എന്നതിനേക്കാൾ ഉപരിയായി ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ കൂടി തൻ്റെ കഴിവും മികവും ഒക്കെ പ്രകടിപ്പിച്ച് ഇവിടേക്ക് തിരിച്ചെത്തി. പ്രിയപ്പെട്ട സിസ്റ്റർ ഇമൽഡയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ബഥനിയുടെ ഒരു നൈറ്റിംഗൽ എന്ന് പറയാനായിട്ട് സാധിക്കും. തൻ്റെ ആതുര ശുശ്രൂഷയെ ഒരു ആതുരാലയത്തിൻ്റെ ചുമരുകൾക്കുള്ളിൽ മാത്രം നിർത്തുവാനായിട്ട് അല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി തൻ്റെ ശുശ്രൂഷ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ അത് നൽകുവാൻ തക്കവിധം ഹൃദയവിശാലതയും ഔദാര്യവും ആ ജീവിതത്തിലുണ്ടായിരുന്നു എന്ന് ശിഷ്ടകാലം തെളിയിച്ചിട്ടുണ്ട്. പരപ്പൻകോട്, പെരുമ്പുഴ, കുരിയോട്, പുത്തൂര്, മുഖത്തല, മുക്കമ്പാല, ചാലമഠം എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രത്യേകിച്ചൊരു ക്ലിനിക്ക്, അതുപോലെ മറ്റു പല മഠങ്ങളിലും ഒരു സുപ്പീരിയർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു മികവുറ്റ ആതുര ശുശ്രൂഷക എന്ന നിലയിലും സമൂഹത്തിന് വേണ്ട സമയത്ത് വേണ്ട വിധത്തിലുള്ള ശുശ്രൂഷ കൊടുക്കുവാൻ സന്നദ്ധമായ ഒരു പ്രിയ സഹോദരിയുടെ ഓടി നടപ്പൊക്കെ ഞങ്ങൾ സാഹൂതം കണ്ടു നിന്നിട്ടുണ്ട്. അതിൽ ഭാഗഭാക്കുകളായിട്ടുണ്ട്. ഞാൻ സിസ്റ്ററിനെ ഓർക്കുമ്പോൾ
ചാല മഠമെന്ന് പറയുമ്പോൾ പരിമിതമായ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. അതിന് ചുറ്റും കരിമഠം കോളനി എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട്. ഈ കോളനിയിൽ എപ്പോൾ സമയം കിട്ടുന്നോ അവിടെയൊക്കെ പോയി അവിടുത്തെ മനുഷ്യരെ കാണാനും അവരുടെ സഹനങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേരുവാനും എപ്പോഴും ഔത്സുക്യമുള്ള ഒരു നേതൃത്വം സിസ്റ്ററിൽ അന്തർലീനമായിരുന്നു. അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരമായി തീർന്നു എന്ന് ഇവിടെ വന്നിരിക്കുന്ന സിസ്റ്ററിൻ്റെ മൃതദേഹം സന്ദർശിക്കാനായി എത്തിയിരിക്കുന്ന ഓരോ സഹോദരങ്ങളെ നോക്കുമ്പോഴും ഞാനത് കൂടുതൽ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. കരുതലോടെ, കരുണയോടെ, കാര്യപ്രാപ്തിയോടെ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച, എപ്പോഴും അതിന് ഉത്സാഹം പ്രകടിപ്പിച്ച പ്രിയ സിസ്റ്റർ ആതുര സേവന രംഗത്തും അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്തും ബഥനിയുടെ അകത്തളങ്ങളിലും സഭയിലും ഒക്കെ നൽകിയതായ അനുഗ്രഹീതമായ സേവനങ്ങളെ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ബഥനി സഹോദരിമാർ നോക്കിക്കാണുകയാണ്. അതോടൊപ്പം തന്നെ ആ അനുഗ്രഹീതമായ ജീവിതത്തെ ഓർത്ത് തമ്പുരാന് നന്ദി പറയുകയാണ്. ഒരു നല്ല അമ്മ മനസ്സ് അത് സിസ്റ്ററിൻ്റെ പ്രത്യേകതയായിരുന്നു. അതെപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് സിസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. ഔദാര്യത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും അനുഭവം കൂടെയുള്ളവർക്കും അതുപോലെ തന്നെ മറ്റു മഠങ്ങളിൽ അംഗങ്ങളായിരിക്കുന്നവർക്കും ഒക്കെ എപ്പോഴും സംലഭ്യമാക്കുവാനുള്ള പരിശ്രമം പ്രിയപ്പെട്ട സിസ്റ്റർ നടത്തിയിട്ടുണ്ട്. മറ്റൊരു വസ്തുത എന്നെ സ്പർശിച്ചിട്ടുള്ളത് വിശ്വസ്തയും വിവേകിയുമായ ഒരു സന്യാസിനിയായിരുന്നു പ്രിയപ്പെട്ട സിസ്റ്റർ ഇമൽഡ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക്, തൻ്റെ കൂടെയുള്ളവർക്ക് യഥാസമയം എന്താണ് ആവശ്യമെന്ന് കണ്ട് അതനുസരിച്ച് പ്രതികരിക്കുവാൻ, റെസ്പോണ്ട് ചെയ്യുവാൻ കഴിവുള്ള ഒരു ബഥാന്യാണ്. കൂടെയുള്ളവർക്കോ കുടുംബാംഗങ്ങൾക്കോ എന്താണ് ആവശ്യമുള്ളത് എന്ന് സിസ്റ്ററിന് അറിയാമായിരുന്നു. സ്നേഹം വേണ്ടെടുത്ത് സ്നേഹം, തിരുത്തലാണോ അത്, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണോ അപ്രകാരം, അത് കൊടുക്കുവാൻ എപ്പോഴും സിസ്റ്റർ താല്പര്യമെടുത്തിരുന്നു. അത് സ്വീകരിക്കുവാൻ പ്രത്യേകിച്ച് കുടുംബത്തിലെ ഓരോ അംഗവും അതിനുള്ള വലിയ മനസ്സ് കാണിച്ചിരുന്നു എന്ന് തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും അമ്മച്ചി ജീവിച്ചിരിക്കുന്ന സമയത്ത് സിസ്റ്റർ എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനും ശുശ്രൂഷിക്കുവാനും സിസ്റ്റർ സന്തോഷവതിയായിരുന്നു അതിൽ. കാരണം ഒരമ്മയുടെ സ്നേഹവും കരുതലും ഒരു ജീവിതത്തെ മുഴുവനും സ്വാധീനിച്ച, മറ്റ് ബന്ധുക്കളെക്കാൾ ഉപരിയായിട്ട് തൻ്റെ എല്ലാമായിരുന്നു ഒരമ്മയെ തന്നോട് ചേർത്ത് നിർത്തുവാൻ, അതുപോലെ തന്നെ ബേക്കുട്ടിച്ചായനെ തൻ്റെ ഹൃദയത്തോടും മനസ്സോടും ചേർത്ത് നിർത്തുവാൻ ആ കുടുംബത്തെ, മേൽക്കുട്ടി അമ്മാമ്മയെയും അതുപോലെ തന്നെ വലിയ മോന്, കൊച്ചുമോന്, ബിൻസിമോള്, ബിനിമോൻ, എല്ലാവരെയും ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, പരിചയമാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രാർത്ഥനാപൂർവം ഞങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുവാൻ സിസ്റ്റർ ഇമൽഡയ്ക്ക് സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തോട് സിസ്റ്ററിനുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഔദാര്യത്തിൻ്റെ ഒക്കെ വലിയ പ്രതിഫലമായിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ബഥനിയോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോടുമുള്ള സിസ്റ്ററിൻ്റെ ബന്ധം അത് വാക്കുകളിൽ നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് പിതാക്കന്മാരോടും വൈദികരോടും ദൈവജനത്തോടുമുള്ള വലിയ അടുപ്പം, വലിയ ബന്ധം, അവരോടൊപ്പം ആയിരിക്കാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുമുള്ള വലിയ സന്നദ്ധത, ഇതൊക്കെ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര വയ്യായെങ്കിലും ഏത് ഇടവകയിലേക്ക്
മിഷൻ സ്ഥലങ്ങളിലേക്ക് കൂട്ടുവിളിച്ചാലും പോകാനുള്ള മനസ്സ്, അതൊക്കെ സിസ്റ്ററിൻ്റെ നന്മയായിട്ട് നമുക്ക് തിരിച്ചറിയാം. ഒരുപാട് കാര്യങ്ങൾ സിനെക്കുറിച്ച് പങ്കുവയ്ക്കാനായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്ന് എനിക്കറിയാം. അതിനുള്ള ഒരു സന്ദർഭമല്ല എങ്കിൽ തന്നെയും ഇത്രയും വലിയ ഒരു വ്യക്തിത്വത്തിൽ, ഒരു നല്ല സന്യാസിനി ബഥനിക്ക് ദൈവം തന്നു, കുടുംബം തന്നു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് മാർത്തയോട് അരുളി ചെയ്തല്ലോ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യജീവനിലെ വിശ്വാസവും പ്രത്യാശയുള്ള നമുക്ക് മരണമെന്ന പ്രതിഭാസത്തെ ഈ ലോക ജീവിതത്തിൽ നിന്നും നിത്യജീവിതത്തിലേക്കുള്ള ഒരു യാത്രയായി കാണാനായിട്ട് സാധിക്കും. അതിനാൽ ജീവിതം ഒരു സ്നേഹസംഗീതവും മരണം ഒരു വിജയഗാഥയുമായി പ്രിയപ്പെട്ട സിസ്റ്റർ ഇമൽഡ പകർത്തി അത് അനേകർക്ക് അനുഭവവേദ്യമാക്കിയെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. കുടുംബമായി, സഭയായി, ബഥനി സന്യാസിനി സമൂഹം ഈ പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട ചേച്ചിയെ, സഹോദരിയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നന്ദി നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു ജീവിതം ഇനിയും അത് ജീവിച്ചു തീർക്കുവാൻ നമ്മോട് സിസ്റ്റർ ആവശ്യപ്പെടുകയാണ്. സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ കൃതജ്ഞതാപൂർവം ഈ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവർണ്ണനീയമായ ഈ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് നന്ദി എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ബലി നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് ഏറെ ഹൃദയപൂർവ്വം പ്രാർത്ഥനയും ധൈര്യവും ആശ്വാസവും ഞാൻ സമൂഹത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. നിങ്ങളെ ഏറെ സ്നേഹിച്ചു, നിങ്ങളതിലേറെ സ്നേഹിച്ചു. ഇനിയും പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥവും നമുക്ക് കോട്ടയാകട്ടെ. ദൈവത്തിന് നന്ദി.